മഹാനെ നമ്മൾ അറിയണല്ലോ. മുഹൈദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്ന നാട് ഇന്നത്തെ ഇറാൻ പ്രദേശത്തിന്റെ ഒരു പ്രധാന പട്ടണമാണ് തൊബരിസ്ഥാൻ എന്ന പട്ടണം. നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ കിടപ്പിന്റെ വേർതിരിവനുസരിച്ച് പറഞ്ഞാൽ തൊബരിസ്ഥാൻ ഒരു ഡിസ്ട്രിക്റ്റാണ്, ഒരു പട്ടണവുമാണ്. തൊബരിസ്ഥാൻ പട്ടണത്തിന്റെ ഉള്ളിലുള്ള ഒരു പഞ്ചായത്താണ് കൈലാൻ. നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി പറയാണ് കൈലാൻ. കൈലാൻ എന്ന പ്രദേശത്തിന്റെ ഉള്ളിലെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു വാർഡ് അതാണ് ജീലാൻ. അപ്പൊ ജീലാൻ ഗ്രാമത്തിൽ, കൈലാൻ പഞ്ചായത്തിൽ, തൊബരിസ്ഥാൻ ജില്ലയിൽ, ഇറാൻ രാഷ്ട്രത്തിലാണ് ബഹുമാനപ്പെട്ട മുഹൈദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ 470 ജനിക്കുന്നത്. മുഹൈദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ജനിച്ച ആ രാജ്യം, ആ പ്രദേശം ഭൂമിശാസ്ത്രപരമായ അവിടുത്തെ ചുറ്റുപാടനുസരിച്ച് നമ്മുടെ കേരളത്തിന്റെ ഏകദേശ രൂപത്തിലാണ്. വെള്ളം നല്ലം പോലെ കിട്ടുന്ന സ്ഥലമാണ്. നമ്മുടെ കേരളത്തെ പോലെ വർഷത്തിൽ 3-4 മാസങ്ങളിൽ മഴ പെയ്യുന്ന പ്രദേശമാണ്. ചെടികളും പൂക്കളും സസ്യലതാദികളും വൃക്ഷങ്ങളും നെല്ലും ഗോതമ്പും ഒക്കെ അടക്കമുള്ള കൃഷിയുമുള്ള പ്രദേശമാണ് തൊബരിസ്ഥാൻ പട്ടണം. ആ ഗ്രാമങ്ങളൊക്കെ അങ്ങനെയാണ്. ഫ്രൂട്ട്സ് മാർക്കറ്റിന്റെ ഏറ്റവും വേൾഡ് മാർക്കറ്റാണ് ദുബായ്. ദുബായ് വേൾഡ് മാർക്കറ്റിന്റെ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ പോയി നോക്കിയാൽ തൊബരിസ്ഥാൻ പട്ടണത്തിൽ നിന്ന് വന്ന ഫവാക്കിഹ് പഴവർഗ്ഗങ്ങൾ ഇപ്പോഴും കാണാൻ പറ്റും. അപ്പൊ ഭൂമിശാസ്ത്രപരമായ ഒരു രീതി നമ്മൾ പഠിച്ചാൽ മുഹൈദ്ദീൻ ഷേഖ് തങ്ങൾ ജനിച്ച രാജ്യം ഏകദേശം നമ്മുടെ കേരളത്തോട് സാമീപ്യമുള്ള ഒരു ഭൂപ്രദേശമാണ്. മുഹൈദ്ദീൻ ഷേഖ് തങ്ങളുടെ ആ നാട്ടിൽ അക്കാലത്ത് നെൽകൃഷി നല്ല പോലെയുള്ള പ്രദേശമാണ്. മഹാന്മാരിൽ കുറെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഹൈദ്ദീൻ ഷേഖ് തങ്ങളൊക്കെ അരിഭക്ഷണം കഴിച്ച് വളർന്ന ആളുകളായിരിക്കാം. കാരണം അവിടുത്തെ പ്രധാന കൃഷിയാണ് നെല്ല്. അങ്ങനെയുള്ള ആ പ്രദേശത്തെ മുഹൈദ്ദീൻ ഷേഖ് തങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അത് ഉമ്മ വഴിയിൽ പരിശോധിച്ചാലും വാപ്പ വഴിയിൽ പരിശോധിച്ചാലും അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. ഒരാള് മുഹൈദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി നിങ്ങളോട് ചോദിച്ചാൽ ഒരു 10 വാക്ക് പറയാനുള്ള വിവരം നമ്മളെടുത്ത് വേണം. ഇനി ആരും ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഖദ്ദസല്ലാ എന്ന് സിന്ദാബാദ് വിളിക്കുന്ന ആൾ ആരാണ് എന്നതിനെ പറ്റി ഒരു മഹത്വം നമ്മുടെ മനസ്സിൽ വേണമല്ലോ. മുഹൈദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വഴിക്കുള്ള കുടുംബം പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടും. വാപ്പ വഴിക്കുള്ള കുടുംബം പരിശോധിച്ചാലും നബി തങ്ങളിലേക്ക് മുട്ടും. അപ്പോ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം ശരീരത്തിൽ ഒഴുകുന്ന പരമ്പരയിലാണ് മുഹൈദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്നത്. ജനനത്തിൽ തന്നെ വലിയ അത്ഭുതമുണ്ട്, ആ കുടുംബത്തിനും വലിയ അത്ഭുതമുണ്ട്. മുഹൈദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ബഹുമാനപ്പെട്ടവരെ ഗർഭം ധരിക്കുമ്പോൾ ഉമ്മക്ക് 60 വയസ്സാണ്. 60ാമത്തെ വയസ്സിലാണ് ഉമ്മ ഗർഭിണിയാകണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പരിചയമുണ്ടോ 60ാമത്തെ വയസ്സിൽ പ്രസവിച്ചവർ ഉമ്മാനെ പറഞ്ഞുതരാൻ? നമുക്കാർക്കെങ്കിലും അറിയാം? അപ്പോ മുഹൈദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ ബഹുമാനപ്പെട്ടവരെ ഗർഭം ധരിക്കുന്നു എന്നത് തന്നെ ഒരു അത്ഭുതകരമായ സംഭവമാണ്. 60ാമത്തെ വയസ്സിലാണ് മഹദി, ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ. ഉമ്മുൽ ഖൈർ എന്നാണ് ബഹുമാനപ്പെട്ട ബീവിയുടെ വിളിപ്പേര്. ഫാത്തിമ എന്ന, ഫാത്തിമത്തു ഉമ്മുൽ ഖൈർ. അപ്പൊ നമ്മളൊക്കെ കുട്ടിയൊക്കെ ഒരു നല്ല കുട്ടിക്ക് ഒരു പേരിടണം തോന്നിയാൽ അപ്പൊ അതിന് എന്തിടാൻ നമുക്ക്? മുഹൈദ്ദീൻ ഷേഖ് തങ്ങൾ അമ്മാന്റെ പേരിടാന്ന് വിചാരിച്ചാൽ ഓർമ്മിച്ചു വെക്കണത് നല്ലതാണ്.
പേരും ചോദിച്ചു കാണും ഇങ്ങനെ നടക്കുന്ന ആളുകളാണ്. നാളൊരു ചങ്ങായി എന്നോട് പേര് ചോദിച്ചു, ഒരു 12 പേര് പറഞ്ഞു കൊടുത്തിട്ട് മോന് തൃപ്തിയാകണില്ല. അതൊക്കെ ഇവിടെ ഉള്ളതാണ്, അവിടെ ഉള്ളതാണ്, പഴയ പേരാണ്. എന്നാ വെച്ചാൽ എൻ്റെ കുട്ടിക്ക് ചൊവ്വാഴ്ച രാകുന്നിട്ടുള്ള അറിഞ്ഞ, അല്ലാതെ എന്താ ഇപ്പം ഇനി പറയാം. ബാപ്പാൻ്റെ പേരിൻ്റെ ഒരക്ഷരം കേട്ട്, ഉമ്മാൻ്റെ പേരിൻ്റെ 2 അക്ഷരം കേട്ട്, അങ്ങനെ നോക്കുമ്പോൾ ഉമ്മാൻ്റെ പേര് സെറീന, ബാപ്പാൻ്റെ പേര് മൂസ. അപ്പൊ അതീന്ന് സാന്ന് കൊടുത്ത് മറ്റേന്ന് മൂസാന്ന് കൊടുത്ത്, കുട്ടിക്ക് ഇട്ട് നോക്കുമ്പോൾ സമൂസ എന്നാ കുട്ടിൻ്റെ പേര്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ആൾക്കാർ പേര് തിരഞ്ഞെടുക്കുന്നത്. നാളെ എവിടെ ഒരു സ്ഥലത്ത് വയലിന് എന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കുട്ടിനെ കാണാനില്ല, കുട്ടി നാട് വിട്ടു പോയിക്കണ, പോവാൻ വരാൻ വേണ്ടി വരക്കണം എന്നാണ്. ഞാൻ വെറുതെ ചോദിച്ചു കുട്ടിന്റെ പേരെന്തേന്ന് ചോദിച്ചു. കുട്ടിന്റെ പേര് മുസാഫിറാണ്. മുസാഫിർ സഫർ പോയിന് നമ്മളെന്താക്കാനും? എല്ലാവരും മുസാഫിറെ മുസാഫിറെ എന്ന് വിളിച്ചാൽ ഓൻ പോകാതെക്കോ, ഒരിക്കലെങ്കിലും ഒന്ന് യാത്ര പോകണ്ടേ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു കുട്ടിക്ക് പേര് വെക്കുമ്പോഴൊക്കെ അള്ളാഹു തആല ഭൂമിയിൽ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കളെ തരിക എന്നുള്ളത്. അള്ളാഹു നിനക്കൊരു കുട്ടിയെ തന്നാൽ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, അള്ളാഹു പൊരുത്തപ്പെടുന്ന പേരുകൊണ്ട് പേര് വെച്ചോ. ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ള പൊരുത്തപ്പെടുന്ന പേരാണ്, അത് തെരഞ്ഞെടുത്തോ. അമ്പിയാക്കളെ പേരുണ്ട്, ഔലിയാക്കളെ പേരുണ്ട്, ബദരീങ്ങളെ പേരുണ്ട്, ഒട്ടേറെ സ്വാലിഹീങ്ങളെ പേരുണ്ട്, നല്ല അർത്ഥങ്ങളുള്ള പേരുണ്ട്. അതൊക്കെ തെരഞ്ഞെടുത്തോ എന്ന് നമ്മളോട് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ പേരുണ്ട്. ഇപ്പൊ ചില കുട്ടികളൊക്കെ പേരിൽ നമുക്ക് വലിയ ബേജാറാണ്. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വാർത്ത വന്നാൽ അടുത്ത വെള്ളിയാഴ്ച മയ്യത്ത് സ്കരിക്കാൻ കൂടി നിവർത്തില്ല. കാരണം അത് നമ്മളതാണോ അല്ലാത്തതാണോ എന്ന് തിരിച്ചറിയണ്ടേ. നിൽക്കണമെങ്കിൽ സാൻവാസ് സൂട്ട് കേസ് എന്നൊക്കെ കുട്ടികൾക്ക് പേരിട്ടാ പിന്നെ എന്തെങ്കിലും ഒച്ച ഉണ്ടാകണമെന്ന് മാത്രമല്ലല്ലോ പേരിന്. പേരിനൊക്കെ വലിയ അർത്ഥമുണ്ട്. നബി മുഹമ്മദ് റസൂലുള്ളാഹ്, മുത്ത് നബിക്ക് അല്ലാഹു തആല നേരത്തെ നിശ്ചയിച്ചു വെച്ചതാണ് പേര്. അപ്പൊ പേരിടുക എന്ന് പറയുന്നത് ചെറിയ കർമ്മമല്ല. പേരിടുക എന്ന് പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ഈ കുട്ടിയെ കൊണ്ട് ഭാവിയിൽ എന്താണോ ലക്ഷ്യമാക്കുന്നത് അതിന്റെ ആദ്യത്തെ അടയാളമാണ് പേരിടുന്നത്. മാത്രമല്ല ഒരാൾ ഐഡന്റിറ്റിയാണ്. നിങ്ങൾ എല്ലാവരിൽ നിന്നും എന്നെ വേർതിരിക്കുന്നത് എന്റെ പേര് കൊണ്ടാണ്. ഇപ്പൊ പ്രത്യേകിച്ച് പേരും കാര്യമൊക്കെ നല്ലോണം ഓർമ്മിച്ചു വെച്ചോളി, നല്ല നോക്കിയിട്ടോളി. ഏതെങ്കിലുമൊക്കെ പേരിട്ടാൽ ആജാതി ഭേദഗതിന്റെ കാലഘട്ടമാണ്. ഭേദഗതി വരിക എന്ന് പറഞ്ഞത് എപ്പോഴാന്നുള്ളത് അറിയില്ല. എന്നാൽ പാരോ തമാശ പറഞ്ഞല്ലോ, പെരീക്ക് 1 കിലോ വായക്കപ്പരി വാങ്ങിക്കൊണ്ടേ കൊടുത്തിട്ട് കുട്ടികളത് അപ്പത്തന്നെ ഇരുന്ന് തിന്നുവാണ്. ബേജാറോട് കൂടെ തിന്നുന്നുണ്ടപ്പോ ആരോ ചോദിച്ചാൽ എന്തേ കുട്ടികളെ തരം ബേജാറിൽ തിന്നുക, കിട്ടിയ വേഗം തിന്നിട്ട് എപ്പോഴത് നിരോധിച്ചാന്നറിയില്ല. ഇപ്പൊ നോട്ട് നിരോധിച്ച ഉടനെയാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ഞമ്മക്കൊരു പേരും കാര്യമൊക്കെ ഇടുമ്പോ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക വേണം. ജനന സർട്ടിഫിക്കറ്റോ അതിന്റെ അപ്പുറത്തെ സർട്ടിഫിക്കറ്റോ ഒന്നും ഉണ്ടായാൽ പോരാ. ഇപ്പൊ നമ്മൾ നിൽക്കണ കാര്യം ഞാൻ പൈക്ക് കടക്കണില്ല. ഇന്റെ അടുത്ത് റേഷൻ കാർഡ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, പിന്നെ എന്തേലും ഇലക്ഷൻ കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്. അങ്ങനെ ഈ സംഗതികളൊക്കെ 6 രേഖ ഇപ്പൊ നമ്മളൊക്കെ കയ്യിലുണ്ട്. 5 എണ്ണം എല്ലാവരും അടുത്തുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ നമ്മൾ പോരാന്നാ പറയുന്നത്. ആയിക്കൂടെ ഈ ആധാറൊക്കെ കിട്ടിയപ്പോ മേമാലിയാക്ക ആധാറിന് വേണ്ടിയാണ് പോയി. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു കൈ ഒപ്പിട്ട്, മറ്റേ പേരിലും ഒപ്പിട്ട്, മറ്റേ പേരിലും ഒപ്പിട്ട്, 5 പേരിലും ഒപ്പിട്ടു. ഇതൊക്കെ പോയി മറ്റേ പേരിലും 10 പേരിലും പതിച്ചിങ്ങാണ്ടാണ് ഏതിന് കൊടുത്തത്, ആധാറിന് കൊടുത്തത്. മേമാലിയാക്ക കുഴങ്ങി അവിടെ ഇരുന്നപ്പോ ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നിങ്ങൾ എന്തേ പോണില്ല ചോദിച്ചു. അല്ല കുട്ടി ഇനി കാലിന്റെ വിരലറ്റ വെക്കണമെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു, ഇഞ്ഞോണ്ട് ഇനി പോയി വരാനാവൂല. അങ്ങനെയാണ് ഇപ്പൊ ഈ ആധാർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കണത്. എന്നിട്ട് ഇപ്പം നോക്കുമ്പോ ഞാൻ അത് പോരാന്നാവും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യാം. പാസ്പോർട്ടിലെ പേരെന്നെ ആയിരിക്കണം റേഷൻ കാർഡില്, റേഷൻ കാർഡിലെ പേരെന്നെ ആയിരിക്കണം ഏതില്, ആധാർ കാർഡില്. ഇത് രണ്ടും കൂടി പേരൊക്കെ കുട്ടിയൊക്കെ പേരിന് ജനന സർട്ടിഫിക്കറ്റിലെ പേരെഴുതുമ്പം മര്യാദക്ക് എഴുതിക്കൊള്ളുന്നുണ്ട് നല്ലോണം. പാപ്പാന്റെ പേരും ഉമ്മാന്റെ പേരും തറവാട് പേരും ഒക്കെ പേക്കാതെ. അപ്പോ ഈ പേരുകളും കാര്യങ്ങളൊക്കെ പണ്ടത്തെ മാതിരി ആയാൽ പറ്റൂല. ഇതൊക്കെ ഒരുപാട് നിയമങ്ങൾ മാറി. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉമ്മ ഫാത്തിമത്ത് ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹാ
മകനെ പ്രസവിക്കുന്നത് 60-ാമത്തെ വയസ്സിലാണ്. അതെന്നെ വലിയ അത്ഭുതം. 2, തൊബരിസ്ഥാൻ പട്ടണത്തിലും പരിസരത്തുമായി മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ ഉമ്മ പ്രസവിക്കണ അന്ന് 1118 ഉമ്മമാർ ആ രാജ്യത്ത് ആ പ്രദേശങ്ങളിലായി അന്ന് പ്രസവിച്ചിട്ടുണ്ട്. ആ പ്രസവിച്ച കുട്ടികളൊക്കെ ആൺകുട്ടികളാണ്. അവരൊക്കെ പിന്നീട് ഔലിയാക്കളായി മാറിയിട്ടുണ്ട്. എന്തേ കാരണം? മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ജനിച്ച അന്നാണ് ആ കുട്ടികളൊക്കെ ജനിച്ചത്. ആ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവരെ മുഴുവനും ഔലിയാക്കളാക്കിയിട്ടുണ്ട്. ഇമാം ഖതീബ് തബരീസി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ് ബഗ്ദാദ് 1000-ലധികം പേജുള്ള 40 വാള്യമാണ്. 40 വാള്യം 1000-ലധികം പേജ് എഴുതിയിട്ടും ഔലിയാക്കളുടെ മാത്രം, ബഗ്ദാദിൽ വന്ന ഔലിയാക്കളുടെ ചരിത്രം മാത്രം എഴുതിയിട്ട് അത് തീർന്നിട്ടില്ല. അത്രയധികം ഔലിയാക്കളുടെ രാജ്യമാണ്. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ തന്നെ പ്രസവിച്ചത് 60-ാമത്തെ വയസ്സിലാണ്. യാ റബ്ബ്, ആ കുടുംബത്തെ പറ്റി ഓർക്കുമ്പോൾ മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ പ്രസവിച്ച അധികം താമസിയാതെ വാപ്പ മരണപ്പെട്ടു. വാപ്പ മരണപ്പെട്ടിട്ട് ഉമ്മ വളർത്തിയിരിക്കുന്ന മക്കളുണ്ട്. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മ പങ്ങന്മാരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മ വളർത്തിയിരിക്കുന്ന മക്കളെ നമുക്ക് ചരിത്രത്തിൽ ധാരാളം കാണാം. വലിയ വലിയ മഹാന്മാരായിട്ട് ഉമ്മ വളർത്തിയ മോനാണ് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ വളർത്തിയ മകനാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഉമ്മ വളർത്തിയ മകനാണ് മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. ഉമ്മ വളർത്തിയ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. ഒട്ടേറെ മഹാന്മാരെ ചരിത്രത്തിൽ കാണാം. വാപ്പ ചെറുപ്പത്തിലേ പോയി. ഒരു പക്ഷേ ജനിക്കണതിന്റെ മുമ്പ് വാപ്പ മരിച്ചു, അല്ലെങ്കിൽ ജനിച്ച് ശരിക്കും ഓർമ്മയാകണതിന്റെ മുമ്പ് തന്നെ വാപ്പ മരിച്ചു. അങ്ങനെ ഉമ്മാര് കുട്ടികളെ വളർത്തിയെടുത്തത്. ഉമ്മമാര് വളർത്തിയിരിക്കുന്ന മക്കൾ ലോകത്തിന്റെ നെറുകയിൽ അത്യുന്നതയിൽ എത്തിയിരിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. അതിൽപ്പെട്ട മഹാനാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി.